ഞായറാഴ്ച ദിവസമാട്ടോ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാറ്. അന്നേ അതുമ്പോൾ പിടിയും വലിയും കൂടാനുള്ള സമയം കിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ തട്ടിക്കൂട്ട് പലഹാരങ്ങളാവും. ഈ അഴിച്ചുവാരലിൽ എന്തോ കാര്യം സാധിക്കാനുണ്ട്. ഞാൻ അടിച്ചു വരട്ടെ ഉമ്മ നിങ്ങോട് വന്ന് ചോദിച്ചതാട്ടോ. എന്തായാലും ചെയ്യണ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി വൈകിയാൽ നീക്കാറ്. അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. ചായയുടെയും കഴിഞ്ഞ് കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്കുമ്പോൾ നിന്നോട്ടോ. ഇന്ന് 2 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റിൽ ഈ കേക്ക് കസ്റ്റമർ സിമ്പിൾ വർക്ക് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഒരു മോഡൽ അങ്ങോട്ട് ചെയ്തു. സെക്കൻഡ് കേക്ക് കസ്റ്റമൈസ്ഡ് ആയിരുന്നു കേട്ടോ. ഈ ബോ ഉണ്ടാക്കാനുള്ള ഫോണ്ടൻറ്റ് വളരെ കുറവായിരുന്നു. ആദ്യം തികയില്ലെന്ന് കരുതി ഞാനൊന്ന് പേടിച്ചു. പിന്നെ നമ്മളുണ്ടോ അവിടെയൊക്കെ തളരുന്നു. ഇതല്ലേ ഇതിനപ്പുറം ചാടി കിടന്നവനെ KK ജോസഫ് എന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വർക്ക് കഴിഞ്ഞതും അത് ഡെലിവറി ചെയ്യാൻ പോയി. ഇവരെൻ്റെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റമറാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ ഹോം ബേക്കേഴ്സിനെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റില്ല. കുറേ പേരുണ്ടേ. എന്നാലും നമുക്കുള്ളത് നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞ പോലെ എനിക്കുള്ള ഓർഡറൊക്കെ എന്നെ തേടി വരാറുണ്ട് കേട്ടോ. അതിൽ ഞാൻ പഠിച്ചവനോട് സ്തുതിയും പറയാറുണ്ട്. വീട്ടിൽ വന്ന് അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്യായിരുന്നു. എനിക്ക് ആദ്യമായിട്ടോ ഓൺലൈൻ വഴി ഒരു ഗിഫ്റ്റ് കിട്ടണത്. മാഷാഅല്ലാ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നാളേക്കുള്ള സ്പഞ്ച് ഉണ്ടാക്കി. നാളേക്കൊരു കേക്കേ ഉള്ളൂ. എന്നാലും സ്പഞ്ച് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു. ഓർഡർ വരുമ്പോൾ ടെൻഷൻ അടിച്ച് വന്നതിനെ ഒഴിവാക്കി വിടണ്ടല്ലോ. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരണ്ട്.